കണ്ണിനെയും ശരീരത്തെയും മനസ്സുകൊണ്ട് നിയന്ത്രിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുത്. 10 കൽപ്പനകളിൽ ഒന്ന് ഇതാണ്. പഴയ നിയമത്തിൽ വിവാഹത്തിന് പുറത്ത് ഒരു സ്ത്രീ നടത്തുന്ന ശാരീരിക ബന്ധത്തെ വ്യഭിചാരം എന്ന് നിർവചിക്കുന്നു. ഇത് അവളുടെ മേലുള്ള ഭർത്താവിൻ്റെ നിയന്ത്രണവും അവൾ പ്രസവിക്കുന്ന ഏതൊരു കുട്ടികളും ഭർത്താവിൻ്റെതാണെന്ന ഉറപ്പും ലംഘിക്കുന്നതാണ്. വിവാഹിതനായ ഒരു പുരുഷൻ അവിവാഹിതയായ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ വ്യഭിചാരം അല്ല. വ്യഭിചാരത്തെക്കുറിച്ചുള്ള അത്തരമൊരു ഇരട്ടത്താപ്പ് ധാരണയെ കർത്താവായ യേശുനാഥൻ പുതിയ നിയമത്തിൽ നിരാകരിക്കുകയാണ്. ദാമ്പത്യത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ഉത്തരവാദിത്തമുള്ളവരായിട്ടാണ് കർത്താവ് ഇവിടെ വിവരിക്കുന്നത്. അതിനാൽ വ്യഭിചാരമെന്നാൽ വിവാഹത്തിന് പുറത്തുള്ള ആരുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് എന്ന് അർത്ഥമാക്കുന്നു. ഒന്നാമതായി, വ്യഭിചാരത്തിനെതിരായ കൽപ്പനയെ യേശു മറ്റൊരു വിധത്തിൽ തീവ്രമാക്കുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നത് ഇതിനകം മാനസിക വൈകാരിക വ്യഭിചാരം ചെയ്യുകയാണ് എന്ന് കർത്താവ് പറയുന്നു. വ്യഭിചാരം ഹൃദയത്തിൻ്റെ പോലും ഇടപെടലാണ്. മനസ്സിൻ്റെ ഉള്ളിലെ തിന്മയുടെ ശാരീരിക തലത്തിലുള്ള ദുരാഗ്രഹമാണ് എന്ന് കർത്താവ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് വിവാഹമെന്ന കൂദാശയെ അതിലേറെ പരിപാവനമാണ് എന്ന ബോധ്യത്തോടുകൂടി വ്യാഖ്യാനിക്കുകയും വിവരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 10 കൽപ്പനകളിൽ 2 കൽപ്പന ഈ തിന്മയ്ക്കെതിരെ നിലകൊള്ളുന്നത്. 6-ാമത്തെ കൽപ്പനയും 10-ാമത്തെ കൽപ്പനയും വിവാഹമെന്ന കൂദാശയുടെ പരിപാവനതയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ്. വിവാഹമെന്നത് ശാരീരിക മോഹത്തിനും ആഗ്രഹത്തിനും താല്പര്യത്തിനും അതീതമായ ഒരു ദൈവ ബന്ധമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം പറഞ്ഞത് ദൈവ കരുണയിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമാണ്. അതുതന്നെയാണ് വിവാഹമെന്ന കൂദാശയുടെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രത. ഈ പവിത്രതയെ നശിപ്പിക്കുന്ന ഏതൊരു തലത്തെയും ക്രിസ്തു വ്യഭിചാരം എന്ന് വ്യാഖ്യാനിക്കുകയാണ്. രണ്ടാമതായി, കർത്താവ് ആത്മാവിൻ്റെ പവിത്രതയ്ക്ക് വില നൽകുന്നു. ആത്മാവിൻ്റെ പവിത്രതയ്ക്ക് എതിരെ നിന്റെ ശരീരം നിലകൊള്ളുന്നുവെങ്കിൽ ആ അവയവം ചൂഴ്ന്നെടുത്ത് കളയുക. കാരണം നീ നരകത്തിൽ വീഴാതിരിക്കുക എന്നതാണ് സുപ്രധാനമായ കാര്യം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ശരീരം എന്നത് നിന്റെ ആത്മാവ് രക്ഷപ്പെടുവാൻ വേണ്ടി ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ട സത്യമാണ് എന്നാണ് കർത്താവ് അതുവഴി പറഞ്ഞു വെക്കുന്നത്. അതിനാൽ നീ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയാകണം. നീ ശരീരത്തിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആത്മാവിൽ നീ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കണം. നിത്യതയോട് നീ ബന്ധമുള്ള വ്യക്തിയായിരിക്കണം എന്ന് കർത്താവ് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നീ ശരീരം കൊണ്ട് വിവാഹബന്ധത്തിൽ ചേർന്നിരിക്കുമ്പോൾ ആത്മാവിന് വേണ്ടി നീ ശരീരത്തിൽ നിന്റെ ജീവിത പങ്കാളിയുമായി ചേർന്നിരിക്കേണ്ടതുണ്ട് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കർത്താവ് ശരീരം കൊണ്ടുള്ള ഏതൊരു തിന്മയും ആത്മാവിൻ്റെ ലക്ഷ്യത്തെ ഹനിക്കുന്നതാണെങ്കിൽ അത് മരണകാരണമാണ് എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത്. പൂർണ്ണ ശരീരത്തോടുകൂടി നീ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അപൂർണ ശരീരത്തോടുകൂടി ആത്മാവിൻ്റെ പൂർണ്ണ രക്ഷയുടെ ഇടമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന്. മൂന്നാമതായി 31-ാം വാക്യത്തിൽ തുടങ്ങി ഉള്ള വചനങ്ങൾ
വ്യഭിചാരത്തെക്കുറിച്ചുള്ള ധാരണയെ മറ്റൊരു വിധത്തിൽ ക്രിസ്തു തീവ്രമാക്കുകയാണ് ചെയ്യുന്നത്. വിവാഹമോചനവും പുനർവിവാഹവും വ്യഭിചാരമാണ് എന്ന്. യേശുവിൻ്റെ വീക്ഷണം മനസ്സിലാക്കാൻ അവൻ്റെ ലോകത്തിൽ വിവാഹമോചനം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിൽ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, വിവാഹമോചനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പോലും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം വിവാഹമോചനം ആധുനിക അർത്ഥത്തിൽ പരാജയപ്പെട്ട ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ നീതിയും സംരക്ഷണവും നൽകുന്നു. നേരെ മറിച്ച് ആവർത്തന പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരെ പിരിച്ചുവിടാനുള്ള അവകാശം നൽകുന്നു. അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാനുള്ള അവകാശം അവർക്കുണ്ട്. പിന്നീട് അവരുടെ മേൽ ഭർത്താക്കന്മാർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതാകുന്നു. മുൻ ഭർത്താവ് നൽകേണ്ട ഒരേ ഒരു മോചന പത്രം അയാൾക്ക് അവളെ ഭാര്യയായി ആവശ്യമില്ലെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു രേഖാമൂലമുള്ള രേഖയാണ്. ഇത് തടയാൻ ഭാര്യമാർക്ക് മാർഗമില്ലായിരുന്നു. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ മാർഗമില്ലായിരുന്നു. സ്ത്രീകളോടുള്ള ഈ ദുരുപയോഗത്തെ യേശു സമ്പൂർണമായും നിരാകരിക്കുകയും ശാസിക്കുകയും പുതിയ നിയമം കർത്താവ് പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണിവിടെ. വിവാഹം എന്നത് ശാശ്വതവും പരസ്പരവും ദൈവമധ്യേ ഉള്ളതുമാണ് എന്ന് കർത്താവ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, വിവാഹബന്ധം എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും വിവാഹത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നും നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. ആത്മാവിൻ്റെ രക്ഷ എവിടെയൊക്കെ നാം വില നൽകി കാണുന്നുവോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. വിവാഹബന്ധത്തിൽ അതുകൊണ്ട് തന്നെ ദൈവസഹായത്തിൽ മുന്നോട്ടു പോകുവാനുള്ള ആത്മീയ ഉത്തരവാദിത്വം ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ട് എന്ന് കർത്താവ് ഇവിടെ പറയാതെ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കൂദാശകളെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.